ഇത് ചരിത്രമാണ്, ഇത് വസ്തുതാപരമായ അനുഭവമാണ്. ഹിന്ദുക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ 3000-ഓളം ക്ഷേത്രങ്ങളുണ്ട് എന്ന ഒരു പട്ടിക, ഒരു ലിസ്റ്റ് അവതരിപ്പിക്കപ്പെട്ടു. ആരാ ഈ ലിസ്റ്റ് തയ്യാറാക്കിയത്? ഇന്ത്യയിലെ VHP നേതാക്കളാണോ? RSSന്റെ നാഗപ്പൂരിലെ കാര്യാലയത്തിൽ വെച്ചാണോ ഈ ലിസ്റ്റ് തയ്യാറാക്കിയത്? അല്ല. ചരിത്രപ്രസിദ്ധമായ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് പിറകിൽ അമേരിക്കൻ സാമ്രാജ്യത്വം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൗണ്ടേഷനായിട്ടുള്ള കാർണഗി എൻഡോവ്മെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസിൻ്റെ വിദഗ്ധന്മാർ നേരിട്ടിടപെട്ടു എന്നുള്ളതാണ്. UP മുഖ്യമന്ത്രി കല്യാൺ സിംഗിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി നിർഭേന്ദ്ര മിശ്ര എന്ന് പറയുന്ന ഈ മാന്യൻ CIA പെയ്ഡ് ഏജന്റ് ആയിരുന്നു എന്നാണ് പിന്നീട് പുറത്തു വന്നത്. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ കല്യാൺ സിംഗിന് പിരിച്ചുവിടേണ്ടി വന്നത്. അന്നത്തെ കേന്ദ്ര സർക്കാർ അതിൽ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫലമായിട്ട്. പക്ഷേ മോഡി 2014 തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ വീണ്ടും ഉന്നത അഡ്മിനിസ്ട്രേറ്റീവ് പദവിയിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത്. കോർപ്പറേറ്റ് മൂലധനത്തിന് ആവശ്യമായ ദൈവങ്ങളെയാണ് അയോധ്യയിലും ഗാൻഭാവിയിലും മധുരയിലുമൊക്കെ പ്രതിഷ്ഠിക്കാൻ പോകുന്നത്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ലോക സമ്മേളനം ഒരൊറ്റ ഹിന്ദു പോലും ജന്മം കൊണ്ടില്ലാത്ത അമേരിക്കയുടെ വാഷിങ്ടൺ സിറ്റിയിൽ നടക്കുന്നത്. അങ്ങനെ രാമനും ശിവനും കൃഷ്ണനുമൊക്കെ അടങ്ങുന്ന ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ദൈവമൂർത്തികളെ, വിശ്വാസ മിത്തുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തർക്കങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള തീരുമാനമാണ് 1981 വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വാഷിങ്ടൺ സമ്മേളനം എടുത്തത്. BJPക്ക് RSS വോട്ട് ചെയ്തില്ലല്ലോ, ഇന്ദിരാഗാന്ധിക്കാണല്ലോ വോട്ട് ചെയ്തത്. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി ആവശ്യപ്പെട്ടത് പ്രകാരം RSS വോട്ട് ചെയ്തത് BJPക്കും ശിവസേനക്കുമല്ല, കോൺഗ്രസിനാണ്. രാജീവ് ഗാന്ധി തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് അയോധ്യയിൽ നിന്ന് രാമരാജ്യം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ്, രാമരാജ്യം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ്. പക്ഷേ ശിവക്ഷേത്രം കുഴിച്ചാലോ അതിനടിയിൽ നിങ്ങൾ ബുദ്ധക്ഷേത്രങ്ങൾ കാണും. എങ്ങനെയാണോ ഇസ്രയേലിൽ നെതന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടി പ്രവർത്തിക്കുന്നത്, അതിന് സമാനമായ രീതിയിൽ US താല്പര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യയിൽ BJPയും RSSും ഒക്കെ പ്രവർത്തിക്കുന്നത് എന്ന്. ഇന്ത്യയിൽ ഇപ്പോൾ നമ്മുടെ മതനിരപേക്ഷതക്കും സാമൂഹ്യ മൈത്രിക്കും ഒക്കെ വലിയ രീതിയിൽ ഭീഷണിയായി തീർന്നിരിക്കുന്ന ഹിന്ദുത്വം എന്നത്, അല്ലെങ്കിൽ സംഘപരിവാർ പ്രതിദാനം ചെയ്യുന്ന സവർക്കറിസം എന്നത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ പൗരാണിക വിശ്വാസങ്ങളോ ദൈവാരാധനയോ ഭക്തിയുമായി ബന്ധപ്പെട്ട ഒരു ഐഡിയോളജി അല്ല എന്ന കാര്യമാണ് പ്രധാനമായിട്ടും മതനിരപേക്ഷവാദികൾ തിരിച്ചറിയേണ്ടത്. എങ്ങനെയാണോ പശ്ചിമേഷ്യക്കകത്ത് ഇസ്രയേൽ രൂപപ്പെടുത്താനായി സയണിസത്തെ, ജൂതമതവിശ്വാസത്തെ, ബൈബിളിൻ്റെ പഴയ നിയമത്തെ അടിസ്ഥാനമാക്കി സയണിസം വളർത്തിക്കൊണ്ടുവന്നത്, എങ്ങനെയാണോ അഫ്ഗാൻ പോലുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിനെ താലിബാനിസമാക്കി അക്രമാസക്തമായ ഒരു ഭീകരവാദ പ്രസ്ഥാനമാക്കി വളർത്തിക്കൊണ്ടുവന്നത്, അതിന് സമാനമായ രീതിയിൽ ഇന്ത്യയുടെ പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയുമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മിത്തുകളെ, ദൈവചിന്താ പദ്ധതികളെ ഉപയോഗപ്പെടുത്തി നമ്മുടെ രാജ്യത്ത് അപരമത വിദ്വേഷത്തിൻ്റെതും സാമൂഹ്യ വിഭജനത്തിൻ്റെതുമായ ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലക്ക് ഹിന്ദുത്വത്തെ രൂപപ്പെടുത്തിയത് സാമ്രാജ്യത്വ ശക്തികളാണ്. എങ്ങനെയാണ് താലിബാന് പിറകിൽ അമേരിക്ക പ്രവർത്തിച്ചത്, CIA പ്രവർത്തിച്ചത്? എങ്ങനെയാണ് സയനിസത്തിന് പിറകിൽ ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയൊക്കെ പ്രവർത്തിച്ചത്? എങ്ങനെയാണ് 1940കളുടെ അവസാനത്തോടുകൂടി ഡീകൊളോണലൈസേഷൻ, ലോകത്ത് കോളനി രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന അപകോളനിവൽക്കരണ പ്രക്രിയ നടക്കുന്ന ഒരു സന്ദർഭത്തിൽ തന്നെ മതത്തെ അടിസ്ഥാനപ്പെടുത്തി യഹോവ വാഗ്ദത്തം ചെയ്ത ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്ത്, ഇന്നത്തെ ഈ പാലസ്തീൻ പ്രദേശത്ത് ഒരു ഇസ്രയേൽ രാഷ്ട്രമുണ്ടാക്കിയത്, അതിനായി സയനിസത്തെ വളർത്തിയെടുത്തത്, അതിന് സമാനമായ രീതിയിലാണ് ഇന്ത്യയിൽ ഹിന്ദുത്വത്തെ സാമ്രാജ്യത്വ ശക്തികൾ വളർത്തിയെടുത്തത്. സുദീർഘമായ കോളനി വിരുദ്ധ സമരത്തിൻ്റെ ചരിത്രഗതികളുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ ജനതയുടെ ദേശീയ ഐക്യത്തെ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സാമ്രാജ്യത്വ വിരുദ്ധ ജനകീയ മുന്നേറ്റങ്ങളെ അസ്ഥിരീകരിക്കുക, ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കുക, ഭരിക്കുക എന്ന കൊളോണിയൽ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹിന്ദു മഹാസഭയും RSSും ഒക്കെ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചത്. മതപരമായ ഭിന്നതയുണ്ടാക്കി ഇന്ത്യൻ ജനതയുടെ ഐക്യം, പ്രധാനമായിട്ടും ഹിന്ദു മുസ്ലിം മൈത്രി, അതിനെ അസ്ഥിരീകരിക്കുക, അതിനെ തകർക്കുക എന്ന അജണ്ടയോടുകൂടിയാണ്. സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം,
ഹിന്ദുത്വത്തിന് പിറക്കിൽ എല്ലാ കാലത്തും 1945 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിൻ്റെ അധീശത്വത്തിലേക്ക് ഉയർന്നു വന്ന അമേരിക്കയും അതിൻ്റെ ചിന്താകേന്ദ്രങ്ങളും അതിൻ്റെ രഹസ്യാന്വേഷണ ശൃംഖലകളും ഉണ്ടായിരുന്നു. 1950കളിലാണ് പ്രത്യേകിച്ച് ഏഷ്യ മേഖലയിൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ വിപ്ലവം വിജയിക്കുകയും ഒരു ജനകീയ ചൈന രൂപക്കൊള്ളുകയും ചെയ്ത ഒരു സന്ദർഭത്തിലാണ് ചൈനയുടെ തൊട്ടടുത്ത പ്രദേശമായ ഇന്ത്യയിലും ഒരു കമ്മ്യൂണിസ്റ്റ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കമ്മ്യൂണിസ്റ്റ് വിമോചന വിപ്ലവത്തിൻ്റെ സാധ്യതകളെ ഭയപ്പെട്ടുകൊണ്ട് നെഹ്റുവിൻ്റെ ഗവൺമെൻറ്, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ബൂഷ ഗവൺമെൻറ് ഏതെങ്കിലും രീതിയിൽ അസ്ഥിരീകരിക്കപ്പെടുകയോ അധികാരത്തിൽ നിന്ന് പുറത്താവുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് ബദലായി കമ്മ്യൂണിസ്റ്റുകാർ ഉയർന്നു വരാതെ നെഹ്റുവിയൻ നയങ്ങൾക്ക് ബദലായിട്ട് എങ്ങനെ തീവ്ര വലതുപക്ഷത്തെ ഹൈന്ദവ രാഷ്ട്രീയത്തെ വളർത്തിക്കൊണ്ടുവരാം എന്ന ആലോചനകൾ അമേരിക്കൻ ചിന്താകേന്ദ്രങ്ങൾ നടത്തിയത്. ആ ആലോചനയുടെ സൂചനയാണ് ജയഖറാൻ എന്ന് പറയുന്ന പഴയ CIA ഓഫീസർ ഉദ്യോഗസ്ഥൻ ഇന്ത്യയിലെ ഹിന്ദുത്വത്തെക്കുറിച്ച് മിലിറ്റൻറ്റ് ഹിന്ദുയിസം ഇൻ ഇന്ത്യ എന്ന പഠനം നടത്തിയത്. അത്തരം നീക്കങ്ങളിലൂടെയെല്ലാം തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഇന്ത്യയിൽ ദേശീയ അധികാരത്തിലേക്ക് കൊണ്ടുവരാനും ഇവിടെ കോൺഗ്രസ് തകർന്നാൽ പകരം ഒരു ബദൽ ശക്തിയായിട്ട് ഹിന്ദു മതരാഷ്ട്രവാദം ഉയർത്തുന്ന ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികളെ ഉയർത്തിക്കൊണ്ടുവരാനുമുള്ള ആസൂത്രിത നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് 1980 എന്ന് പറയുന്നത്. 78 അടിയന്തരാവസ്ഥക്കെതിരെ ഇന്ത്യയിലെ ജനങ്ങൾ വിധിയെഴുതി. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു കോൺഗ്രസ് ഇതര ഗവൺമെൻറ് വന്നു. ആ കോൺഗ്രസ് ഇതര ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ജനതാ പാർട്ടിയുടെ 77 തെരഞ്ഞെടുപ്പിൽ RSSകാർ അംഗങ്ങളായിട്ടുള്ള ജനസംഘം ഉണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചത്? വളരെ വേഗം ഇരട്ട അംഗത്വ പ്രശ്നം RSSലും ജനതാ പാർട്ടിയിൽ ഒരേ സമയത്ത് അംഗത്വം അതിലുമായപ്പോഴുള്ള ആളുകൾ ഉന്നയിക്കുന്നത്, അത് ദേശീയ തലത്തിൽ ഇടതുപക്ഷം വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത്, ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലാണ് ജനതാ പാർട്ടി അസ്ഥിരീകരിക്കപ്പെടുന്നത്. ജനതാ പാർട്ടിയുടെ തകർച്ചയുടെ സാഹചര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ വിഘടനവാദ ശക്തികൾ വളർന്നു വന്നു. അതിനെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രീമതി ഇന്ദിരാഗാന്ധി എല്ലാ പിന്തുണയും നൽകി. ആസാമിലെ അസു പോലുള്ള സംഘടനകൾ, തീവ്ര ആസമീയ വംശീയവാദമുയർന്ന സംഘടനകൾ, അതേപോലെ തന്നെ പഞ്ചാബിലെ ഖലിസ്ഥാൻ രാഷ്ട്രവാദികൾ, ഭിന്ദ്രവാല പ്രതിനിധാനം ചെയ്യുന്ന തീവ്രവാദ പ്രസ്ഥാനം, ഇതിനെയെല്ലാം തന്നെ കോൺഗ്രസ് പ്രൊമോട്ട് ചെയ്തു. ഇന്ത്യയുടെ അഖണ്ഡത ഐക്യത്തിനെതിരായിട്ട് വിഘടനവാദപരമായ നിലപാടുകൾ ഉയർന്നു വന്ന ഈ പ്രസ്ഥാനങ്ങളെ ചൂണ്ടിക്കാണിച്ച് അഖണ്ഡതയുടെ ഇന്ത്യയുടെ ഐക്യത്തിൻ്റെ അടിസ്ഥാനമായി ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കൊണ്ടുവരാനുള്ള നീക്കം RSS ഈ സന്ദർഭത്തിൽ വളരെ സമർത്ഥമായി നടത്തി. ദേവറസാണ് അന്നത്തെ RSSൻ്റെ മേധാവി. അതിനോട് ഇന്ദിരാഗാന്ധി അനുഭാവപൂർവമായ സമീപനം സ്വീകരിച്ചു. 1980 നടന്ന തെരഞ്ഞെടുപ്പിൽ BJP രൂപം കൊണ്ടെങ്കിലും BJPക്ക് RSSകാർ വോട്ട് ചെയ്തില്ലല്ലോ, ഇന്ദിരാഗാന്ധിക്കാണല്ലോ വോട്ട് ചെയ്ത്. 1980 ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുന്നൊരു സന്ദർഭം എന്ന് പറയുന്ന ഇന്ത്യൻ സമ്പദ്ഘടന വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയും കടക്കണിയിൽപ്പെടുകയും IMFൽ നിന്ന് വായ്പ എടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. IMF വായ്പ നിർദ്ദേശങ്ങളനുസരിച്ച് ഇന്ത്യൻ സമ്പദ്ഘടനയിൽ അതുവരെ തുടർന്നു വന്നിരുന്ന നെഹ്റുവിയൻ സാമ്പത്തിക നയങ്ങളിൽ മാറ്റം വരുത്താനുള്ള ഘടനാപരമായ പരിഷ്കാരങ്ങൾക്കുള്ള കൽപ്പനകൾ IMF മുന്നോട്ട് വെച്ചു. 1981 IMFൽ നിന്ന് വായ്പയെടുത്ത ഈ ഒരു രാഷ്ട്രീയ സന്ദർഭം, അതിൻ്റെ ഉപാധികൾ നടപ്പാക്കുന്ന പ്രശ്നം, ഇതെല്ലാം തന്നെ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെയും ബഹുജന പ്രസ്ഥാനങ്ങളെയൊക്കെ വലിയ രീതിയിൽ ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ്റിനെതിരായിട്ട് തിരിച്ചുവിടുന്ന അവസ്ഥയുണ്ടായി. വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്ത് ഉയർന്നു വന്നു. ആ പ്രതിഷേധങ്ങളുടെ സന്ദർഭത്തിലാണ് IMF വായ്പയുടെ അടിസ്ഥാനത്തിൽ ആഗോള മൂലധനത്തിന് ആവശ്യമായ രീതിയിൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയിൽ ഘടനാപരമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ അന്നത്തെ ഗവൺമെൻറ് നടത്തിയ ശ്രമങ്ങൾക്കെതിരായി ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളെ എങ്ങനെ വഴിതിരിച്ചുവിടാം? ആ ഒരു സന്ദർഭത്തിലാണ് ഇന്ന് നമ്മുടെ രാജ്യം ഏറ്റവും ഉത്കണ്ഠയോടുകൂടി കാണുന്ന ആരാധനാലയ തർക്കങ്ങൾ ഉയർന്നു വരുന്നത്. 1981 വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ലോകസമ്മേളനം ഒരൊറ്റ ഹിന്ദു പോലും ജന്മം കൊണ്ടില്ലാത്ത അമേരിക്കയുടെ വാഷിങ്ടൺ സിറ്റിയിൽ നടക്കുന്നത്. വാഷിങ്ടൺ DC നടന്ന ആ സമ്മേളനത്തിൽ IMFൻ്റെ കാര്യാലയവും അവിടെ തന്നെയാണ്. IMF വായ്പയുടെ തുടർച്ചയിലാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ലോകസമ്മേളനം നടക്കുന്നത്. ആ ലോകസമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യയുടെ ചരിത്രത്തെ ആകെ ആരാധനാലയ തർക്കങ്ങളുടെ,
അതായത് 11-ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്പിൽ ആരംഭിച്ച കുരിശ് യുദ്ധങ്ങൾക്ക് സമാനമായ ആരാധനാലയ തർക്കങ്ങളുടേതായ ഒരു കലാപന്തരീക്ഷത്തിലേക്ക്, ഒരു വർഗീയ ധ്രുവീകരണ അന്തരീക്ഷത്തിലേക്ക് നയിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ വലിയ മതവിശ്വാസികളാണ്. അവർ രാമനിലും കൃഷ്ണനിലും ശിവനിലും ഒക്കെ വിശ്വസിക്കുന്നവരാണ്. അപ്പം ജനങ്ങളുടെ ഈ മതവിശ്വാസത്തെ മറ്റെന്തിനേക്കാളും വലുതായിട്ട് വിശ്വാസത്തെ കാണുന്ന ജനങ്ങൾ, വിശ്വാസികളായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൻ്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ആരാധനയാണ്, പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്കുള്ള, ആരാധനയ്ക്കുള്ള സ്ഥലങ്ങൾ, പള്ളികൾ, അമ്പലങ്ങൾ, ഇതെല്ലാം തന്നെ തർക്കപ്രശ്നമാക്കുക എന്നൊരു അജണ്ട 1981 വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ലോക സമ്മേളനം അംഗീകരിച്ചു. ആ സമ്മേളനത്തിൽ ഇന്ത്യയിൽ ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലായി ഹിന്ദുക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ 3000-ഓളം ക്ഷേത്രങ്ങളുണ്ട് എന്ന ഒരു പട്ടിക, ഒരു ലിസ്റ്റ് അവതരിപ്പിക്കപ്പെട്ടു. ആരായി ഈ ലിസ്റ്റ് തയ്യാറാക്കിയത്? ഇന്ത്യയിലെ VHP നേതാക്കളാണോ? RSSന്റെ നാഗപ്പൂരിലെ കാര്യാലയത്തിൽ വെച്ചാണോ ഈ ലിസ്റ്റ് തയ്യാറാക്കിയത്? അല്ല. ഈ ലിസ്റ്റ് തയ്യാറാക്കിയത് ലോകത്തിലെ ഏറ്റവും അക്രമോത്സുക കുത്തകയായിട്ട്, കോർപ്പറേറ്റ് കമ്പനിയായിട്ട് വിശദീകരിക്കപ്പെട്ടിട്ടുള്ള കാർണഗി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ രുക്ക് കുത്തകയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു എൻഡോവ്മെൻ്റാണ്. കാർണഗി എൻഡോവ്മെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസ്. ലെനിൻ്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണും. സാമ്രാജ്യത്വ മുതലാളിത്തത്തിൻ്റെ പരമോന്നത ഘട്ടം എന്ന ലെനിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തിൽ ലോകത്തെ ആകെ സാമ്രാജ്യത്വമായി മാറിയ മുതലാളിത്തം അതിൻ്റെ ചൂഷക ശൃംഖലകളിലേക്ക്, അതിൻ്റെ വലയിലേക്ക് കൊണ്ടുവരുന്ന വൻ ചിലന്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഗ്ലോബൽ ആയിട്ടുള്ള, ആഗോളമായിട്ടുള്ള ചിലന്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്റ്റാൻഡേർഡ് ഓയിലാണെങ്കിൽ, റോക്ക്ഫെല്ലർ ആണെങ്കിൽ 2-ാം സ്ഥാനത്ത് വരുന്ന ഇരുമ്പുരുക്ക് രംഗത്തെ ഏറ്റവും വലിയ ആഗോള കുത്തകയാണ് കാർണഗി. ആ കാർണഗിയാണ് ഒക്ടോബർ വിപ്ലവം നടന്നപ്പോൾ, 1917 വിപ്ലവം നടന്ന് ലെനിൻ്റെ ദേശാൽകൃത ഡിഗ്രികൾ പുറത്തു വന്നപ്പോൾ സൈബീരിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഇരുമ്പ് ഖനികളെല്ലാം തന്നെ സോഷ്യലിസ്റ്റ് ഭരണകൂടം നാഷണലൈസ് ചെയ്തപ്പോൾ ആ ദേശാൽക്കരണത്തിൻ്റെ ഉഷ്ണബാധയേറ്റ് അവിടെ വിട്ടുപോരേണ്ടി വന്ന കാർണഗി അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസനെ കണ്ട് കമ്മ്യൂണിസം ഉയർത്തുന്ന, സോഷ്യലിസം ഉയർത്തുന്ന, ദേശാൽക്കരണ നടപടികൾ ഉയർത്തുന്ന, പൊതുമേഖല ഉയർത്തുന്ന ഭീഷണികളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് സോവിയറ്റ് യൂണിയനിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ ദേശാൽക്കരണം കമ്മ്യൂണിസ്റ്റുകാർ ലോകത്ത് എവിടെ അധികാരത്തിൽ വന്നാലും സംഭവിക്കാം. അതുകൊണ്ട് ഇതിനെ നിലക്ക് നിർത്തണം, ഇതിനെ അവസാനിപ്പിക്കണം. അങ്ങനെയാണ് സോഷ്യലിസത്തിനും കമ്മ്യൂണിസത്തിനും ഇവരൊക്കെ എതിരായിട്ടുള്ള വുഡ്രോ വിൽസന്റെ കാലത്ത് 1919 കൗണ്ടർ ഇൻ്റലിജൻസ് പ്രോഗ്രാം തയ്യാറാക്കപ്പെടുന്നത്. ആ കൗണ്ടർ ഇൻ്റലിജൻസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കാർണഗി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് കുത്തക രൂപം കൊടുത്ത ഫൗണ്ടേഷനാണ് കാർണഗി എൻഡോവ്മെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസ്. ആ കാർണഗി എൻഡോവ്മെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസിൻ്റെ ഇന്ത്യ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വിദഗ്ധന്മാരാണ് 3000 ക്ഷേത്രങ്ങളുടെ പട്ടികയുണ്ടാക്കിയത്. 1 അയോധ്യയിലെ ബാബറി മസ്ജിദ്, 2 കാശിയിലെ വിശ്വനാഥ ക്ഷേത്രം, 3 മധുരയിലെ കൃഷ്ണക്ഷേത്രം. അങ്ങനെ രാമനും ശിവനും കൃഷ്ണനുമൊക്കെ അടങ്ങുന്ന ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ദൈവമൂർത്തികളെ, വിശ്വാസ മിത്തുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തർക്കങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള തീരുമാനമാണ് 1981 ഈ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വാഷിങ്ടൺ സമ്മേളനം എടുത്തത്. ആ വാഷിങ്ടൺ സമ്മേളനത്തിൻ്റെ തുടർച്ചയിലാണ് കൊച്ചിയിൽ, കേരളത്തിൽ വിശാല ഹിന്ദു സമ്മേളനം നടന്നത്. അവിടെ വെച്ചാണ് കേരളം പോലെ മതനിരപേക്ഷ ആശയങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള തൊഴിലാളി, കർഷക, ബഹുജന പ്രസ്ഥാനങ്ങളിലായിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ അടങ്ങുന്ന ജനങ്ങൾ മതനിരപേക്ഷമായ രീതിയിൽ അണിനിരന്നിരിക്കുന്ന ബഹുജന പ്രസ്ഥാനങ്ങളൊരു സമൂഹത്തിനകത്ത് മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ മതപുനരുജ്ജീവനത്തിൻ്റെ വിദൂരഭൂതകാലത്തിലെ വളരെ പ്രാചീനമായ ആചാരങ്ങളെ, യാഗയജ്ഞ സംസ്കൃതികളെയൊക്കെ പുനരുജ്ജീവിപ്പിക്കാനും ജ്യോതിഷം പ്രചരിപ്പിക്കാനുമൊക്കെയുള്ള തീരുമാനമുണ്ടാക്കുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഈ കൊച്ചി വിശാല സമ്മേളനത്തിൽ വെച്ചാണ്. കാർണഗി എൻഡോവ്മെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസ് മുന്നോട്ട് വെച്ച ആദ്യത്തെ ക്ഷേത്ര തർക്കമാണ് അയോധ്യ തർക്കം. പിന്നീട് ബി ജെ പിയുടെ രാഷ്ട്രീയം നോക്കിയാൽ എന്താണ്? അവർ ഈ അയോധ്യയെ കേന്ദ്രീകരിച്ചുള്ള ഒരു പൊളിറ്റിക്സാണ്. അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോകളിൽ 1ാമത്തെ മുദ്രാവാക്യമായിട്ട് അവർ സ്വീകരിച്ചത് അയോധ്യയിലെ ബാബറി മസ്ജിദ് പിടിച്ചെടുത്ത് അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കും. രാമക്ഷേത്രം ഹിന്ദുവിൻ്റെ അഭിമാനമാണ് എന്ന മുദ്രാവാക്യമാണ് അവർ മുന്നോട്ട് വെച്ചത്.
രാമക്ഷേത്രം ദേശീയതയുടെ പ്രതീകമാണ്. ശ്രീരാമൻ ദേശീയ പുരുഷനാണ്. അതുകൊണ്ട് ശ്രീരാമൻ ജനിച്ച സ്ഥലത്ത് ഉണ്ടായിരുന്ന ക്ഷേത്രം പൊളിച്ച് അവിടെ പള്ളി പണിത ബാബർ വിദേശാക്രമിയാണ്. ഈ രീതിയിലുള്ള ഒരു ദ്വന്ദ്വം, രാമനെ ദേശീയ പുരുഷനായും ബാബറെ വിദേശാക്രമിയുമായി ചിത്രീകരിക്കുന്ന ഒരു ദ്വന്ദ്വം രൂപപ്പെടുത്തി. രാമക്ഷേത്രം ഹിന്ദുവിൻ്റെ അഭിമാനമാണ്, രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ ഹിന്ദുവിൻ്റെ അഭിമാനമാണ് സാക്ഷാത്കരിക്കപ്പെടുക എന്ന രീതിയിലുള്ള വളരെ വൈകാരികമായ ഉന്മാദപൂർണമായ ഒരു ക്യാമ്പയിനാണ് RSSും BJPയുമൊക്കെ ഹിന്ദുത്വ സംഘടനകൾ 81 ശേഷം നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചത്. ആ ക്യാമ്പയിനിൽ കോൺഗ്രസ് പാർട്ടി, ഇന്ത്യയിലെ അന്നത്തെ ഭരണകക്ഷി, എല്ലാ പിന്തുണയും നൽകി എന്നുള്ളതാണ്. ശ്രീമതി ഇന്ദിരാഗാന്ധി ജീവിച്ചിരുന്ന കാലത്ത് കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നു. കാശ്മീർ സംസ്ഥാന നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടായിട്ടും RSS കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറഞ്ഞു. മഹാരാഷ്ട്ര മുനിസിപ്പാലിറ്റികളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. ആ സംസ്ഥാനത്തെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി ആവശ്യപ്പെട്ടത് പ്രകാരം RSS വോട്ട് ചെയ്തത് BJPക്കും ശിവസേനക്കുമല്ല, കോൺഗ്രസിനാണ്. അത് കഴിഞ്ഞ് 54 ഇന്ദിരാഗാന്ധിയുടെ ദാരുണമായ വധത്തെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ മിസ്റ്റർ രാജീവ് ഗാന്ധി തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് അയോധ്യയിൽ നിന്ന് രാമരാജ്യം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ്, രാമരാജ്യം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഒരു കോൺഗ്രസ് നേതാവിനും കിട്ടാത്തത്ര സീറ്റുകൾ, ഭൂരിപക്ഷം 450ഓളം സീറ്റുകൾ രാജീവ് ഗാന്ധി കിട്ടി. ഹിന്ദുത്വ വികാരത്തെ, ഇന്ദിരാഗാന്ധിയുടെ മരണമുണ്ടാക്കിയ സഹതാപാത്മകമായ ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് വലിയ ഭൂരിപക്ഷം രാജീവ് ഗാന്ധിക്കുണ്ടായി. രാജീവ് ഗാന്ധി ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഇന്ത്യ ഇലക്ട്രോണിക് വിപ്ലവത്തിൻ്റെ, കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ ചിറകുകളിലൂടെ ഇലക്ട്രോണിക് യുഗത്തിലേക്ക് നയിക്കും എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളുണ്ടായി. ആ പ്രഖ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദൂരദർശൻ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് എത്തുന്നത്, ടെലിവിഷൻ എത്തുന്നത്. ആ ടെലിവിഷനിലൂടെ ദൂരദർശൻ കേന്ദ്രങ്ങൾ പ്രക്ഷേപണം ചെയ്ത ആദ്യത്തെ സീരിയൽ പരമ്പര എന്ന് പറയുന്നത് രാമായണമായിരുന്നു. ആ രാമായണത്തിൻ്റെ സ്ക്രിപ്റ്റ് വാൽമീകിയുടെയോ തുളസിദാസിൻ്റെയോ രാമായണത്തെ അവലംബമാക്കിയുള്ളതായിരുന്നില്ല. AK രാമാനുജൻ പിന്നീട് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന 300ഓളം നാടോടി രാമായണ കഥകളുണ്ട്. ഈ രാമായണ കഥകളെ ഒന്നും അടിസ്ഥാനമാക്കിയുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നില്ല ദൂരദർശൻ സീരിയലിന് വേണ്ടി തയ്യാറാക്കിയത്. ആ രാമായണം അമേരിക്കയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരനായ രാമാനന്ദ സാഗർ തയ്യാറാക്കിയ രാമായണമാണ്. അതുകൊണ്ട് BJPയും RSSും ഉയർത്തുന്ന രാമൻ ഹിംസയോട്, ക്രൂരതയോട് അരുത് മാ എന്ന് പറഞ്ഞ രാമൻ്റെതല്ല, മറിച്ച് ക്ഷാത്രവീര്യം ഉൾക്കൊള്ളുന്ന അക്രമോത്സുകനായ, അമ്പും വില്ലും ഉയർത്തിപ്പിടിച്ച് നിഗ്രഹത്തിന്, ശത്രു സംഹാരത്തിന് നിൽക്കുന്ന ഒരു രാമനെയാണ് രാമാനന്ദ സാഗർ തൻ്റെ കുപ്രസിദ്ധമായ രാമായണ സീരിയലിലൂടെ അവതരിപ്പിച്ചത്. ആ സീരിയൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ ഇലക്ട്രോണിക്സിൻ്റെ ഒരു ദൂരദർശൻ സ്ക്രീനിലൂടെ രാമനെ പുനരുജ്ജീവിപ്പിച്ചു. അക്രമകാരിയായ ഒരു രാമൻ, ആ രാമൻ ദേശീയ പുരുഷനാണെന്ന് വന്നു. ആ രാമൻ ജനിച്ച സ്ഥലത്ത് പള്ളി പണിത ബാബർ ദേശീയതയുടെ ശത്രുവാണ്, വിദേശാക്രമിയാണ് എന്ന് വന്നു. ഈ രീതിയിലുള്ള ക്യാമ്പയിനുകൾ ആരംഭിച്ചു. 1989 ആകുമ്പോഴേക്കും ഹിന്ദുത്വം വലിയ രീതിയിൽ നമ്മുടെ പൊതുബോധത്തിലേക്ക് എത്തി. പ്രത്യേകിച്ച് ഹിന്ദി ബെൽറ്റിൽ 89 തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി കോൺഗ്രസ്സുകാരോട് പറഞ്ഞത് ഹിന്ദുത്വത്തെ അവഗണിക്കാനാവില്ല എന്നാണ്. ഹിന്ദുത്വം വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നതാണ്. ആ ഹിന്ദുത്വ രാഷ്ട്രീയം ജനമനസ്സുകളിലേക്ക് ഇറങ്ങിയത് രാമനെയും രാമഭക്തിയും ഉപയോഗിച്ചാണ്, അയോധ്യയെ കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഹിന്ദുത്വവുമായിട്ട് പിൽക്കാലത്ത് സന്ധി ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. 90കളാകുമ്പോഴേക്കും ഗ്ലോബലൈസേഷൻ ആരംഭിച്ചു. നെഹ്റുവിയൻ സാമ്പത്തിക നയങ്ങൾ അവസാനിപ്പിച്ചു. കോൺഗ്രസ് പാർട്ടി തന്നെ, മിസ്റ്റർ നരസിംഹറാവു തന്നെ നെഹ്റുവിൻ്റെ കമാൻഡ് സോഷ്യലിസം ഇനി ഞങ്ങൾ സ്വീകരിക്കില്ലെന്നും ഞങ്ങൾ കമ്പോള വ്യവസ്ഥയിലേക്ക് മാറുകയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. പുത്തൻ സാമ്പത്തിക നയം വന്നു. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ബാബ്രി മസ്ജിദ് വലിയ തർക്കപ്രശ്നമാക്കി യുദ്ധോത്സുകമായ ചേരിതിരിവുകൾ ഉണ്ടാക്കാനുള്ള നീക്കം നടത്തിയത്. സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് രഥയാത്ര ആരംഭിക്കുന്നു അദ്വാനി, രാജ്യത്തൊട്ടാകെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നു. ആ വർഗീയ കലാപങ്ങളെ തടയാൻ ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നില്ല. പ്രധാനമായിട്ടും ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചില്ല. ബീഹാറിലെ സമസ്തിപൂരിലെത്തുന്നവരെ രഥയാത്ര സ്വൈര്യമായി കടന്നുപോയി. സമസ്തിപൂരിൽ വെച്ച് ലല്ലു പ്രസാദ് യാദവിൻ്റെ സർക്കാർ ഈ രഥയാത്രയെ തടഞ്ഞു.
രഥയാത്രയെ തടയുന്നതിൽ മറ്റൊരു കാരണം കൂടെ. ബീഹാറിലേക്ക് രഥയാത്ര പ്രവേശിക്കുമ്പോൾ ദീപാങ്കുർ ഭട്ടാചാര്യ നേതൃത്വം കൊടുക്കുന്ന CPML ഉൾപ്പെടെയുള്ള മാർക്സിസ്റ്റ് ഗ്രൂപ്പുകൾ അതിനെതിരായിട്ട് രംഗത്ത് വന്ന് ഞങ്ങൾ തടയുമെന്ന് പറഞ്ഞു. സമസ്തിപ്പൂരിൽ ഞങ്ങൾ തടയുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ളൊരു സന്ദർഭത്തിലാണ് ഗവൺമെൻറ് തന്നെ സമസ്തിപ്പൂരിൽ വെച്ച് അദ്വാനിയെ അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പുറത്ത് കാണുന്ന രാഷ്ട്രീയ സംഭവങ്ങൾക്ക് അകത്ത് എന്താണ് നടന്നുകൊണ്ടിരുന്നത്? അദ്വാനി ഉൾപ്പെടെയുള്ള BJPയുടെ സമുന്നതരായ നേതാക്കൾ അന്ന് അമേരിക്കയിലെ കാർണഗി എൻഡോമെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസുമായിട്ട് നിരന്തരമായി ചർച്ചകൾ നടത്തി. ക്ലോസ് ഡോർ ചർച്ചകൾ, അടഞ്ഞ വാതിൽ ചർച്ചകൾ നടത്തി. അവരുടെ നിർദ്ദേശാനുസരണമാണ് അയോധ്യ പ്രശ്നത്തെ, ഇന്ത്യൻ ജനജീവിതത്തെ ആകെ സ്വാധീനിക്കുന്ന നമ്മുടെ മതനിരപേക്ഷ രാഷ്ട്രഘടനയെ ആകെ പിടിച്ചു കുലുക്കുന്ന തരത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. അതിന് ചിന്താപരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് CIA ഉൾപ്പെടെയുള്ള ഈ കാർണഗി എൻഡോമെൻറ്റുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ്. എന്നു മാത്രമല്ല, 92 ഡിസംബർ 6 ആകുമ്പോഴേക്കും പള്ളി തകർക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയതിനെക്കുറിച്ച് അന്നത്തെ പത്രങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്കറിയാൻ കഴിയും. പ്രത്യേകിച്ച് കേരള കൗമുദിയുടെ 1992 ഡിസംബർ 7 മലയാളത്തിലിറങ്ങിയ പതിപ്പിലെ ലീഡ് ന്യൂസ് എന്ന് പറയുന്നത് പള്ളി തകർക്കാനെത്തിയ, അതിന് ആസൂത്രണം നടത്തിയ ഒരു അമേരിക്കൻ റിസർച്ച് സ്കോളറെ കുറിച്ചാണ്. ആരാണ് ഈ അമേരിക്കൻ റിസർച്ച് സ്കോളർ? അത് മറ്റാരുമല്ല, കാർണഗി എൻഡോമെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസിലെ ഇന്ത്യൻ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വിദഗ്ധൻ ഡോക്ടർ ക്രിസ്ബർഗ്. അദ്ദേഹം ഒരു റിസർച്ച് സ്കോളറുടെ വിസയിൽ ഇന്ത്യയിൽ വന്നു. 92 ഡിസംബർ 6 പള്ളി പൊളിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വന്നു. വിനയ കത്തിർ ഉൾപ്പെടെയുള്ള VHPയുടെയും ബജ്രംഗ് ദളിൻ്റെയും ഒക്കെ നേതാക്കളെ കണ്ടു, RS നേതാക്കളെ കണ്ടു, BJP നേതാക്കളെ കണ്ടു. അവരെ വെവ്വേറെയും സംയുക്തമായും വിളിച്ചു ചേർത്ത് വളരെ ആസൂത്രിതമായ മുൻ തീരുമാനമനുസരിച്ച് ഡിസംബർ 6 പള്ളി പൊളിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ചരിത്രപ്രസിദ്ധമായ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് പിറകിൽ അമേരിക്കൻ സാമ്രാജ്യത്വം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൗണ്ടേഷനായിട്ടുള്ള കാർണഗി എൻഡോമെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസിൻ്റെ വിദഗ്ധന്മാർ നേരിട്ടിടപെട്ടു എന്നുള്ളതാണ്. എങ്ങനെയാണോ പശ്ചിമേഷ്യൻ മേഖലയിൽ രാഷ്ട്രീയ ഇസ്ലാമിസത്തെ, പ്രത്യേകിച്ച് ഈ പലസ്തീൻ മേഖലയിൽ സൈനിസത്തെ ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് ആ രാജ്യത്തെ അസ്ഥിരീകരിക്കുന്ന അവസ്ഥയുണ്ടായത്, എങ്ങനെയാണോ യൂഗോസ്ലോവിയെ തകർക്കുന്ന രീതിയിൽ വിവിധ വംശീയ വിഭാഗങ്ങളെ കെട്ടടിച്ചു വിട്ടത്, അതിന് സമാനമായ രീതിയിൽ ഇന്ത്യൻ സമൂഹത്തിനകത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ, ഹിന്ദു മുസ്ലിം ഭിന്നതയുണ്ടാക്കാൻ, വിഭജനത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെതുമായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് ഈ രാജ്യത്തെ എത്തിക്കാൻ വളരെ ആസൂത്രിതമായ നീക്കം നേരിട്ട് തന്നെ അമേരിക്കൻ സ്ഥാപനങ്ങൾ, CIA ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നടത്തി എന്നുള്ളതാണ്. 92 ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ UP ഭരിക്കുന്നത് കല്യാൺ സിംഗാണ്, BJPയുടെ സർക്കാരാണ്. കല്യാൺ സിംഗിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി നൃപേന്ദ്ര മിശ്രയാണ്. നൃപേന്ദ്ര മിശ്ര എന്ന ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മിസ്റ്റർ കാർണഗി എൻഡോമെൻറ്റ് ഫോറിൻ്റെ ഈ എക്സ്പെർട്ട് മിസ്റ്റർ ഡോക്ടർ ക്രിസ്ബർഗ് കാര്യങ്ങൾ നീക്കിയത്. ബാബരി മസ്ജിദ് തകർത്ത് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നൃപേന്ദ്ര മിശ്രയെ കേന്ദ്ര നിർദ്ദേശമനുസരിച്ച്, കേന്ദ്ര റിപ്പോർട്ടനുസരിച്ച് അദ്ദേഹത്തിന് CIA ബന്ധമുണ്ട് എന്ന കാരണത്തിൻ്റെ പേരിൽ പിരിച്ചുവിടേണ്ടി വന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കല്യാൺ സിംഗിന് പിരിച്ചുവിടേണ്ടി വന്നു. 2014 പിന്നീട് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് അദ്ദേഹത്തെ കേന്ദ്ര സർവീസിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്, മിസ്റ്റർ നൃപേന്ദ്ര മിശ്രയെ. ഇത് ചരിത്രമാണ്, ഇത് വസ്തുതാപരമായ അനുഭവമാണ്. എങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഭരണപരമായ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയെ പോലെ ഉള്ള ഒരാളെ CIA സ്വാധീനിച്ച് പിൽക്കാല ഇന്ത്യൻ സാമൂഹ്യ ജീവിതത്തെയും രാഷ്ട്രീയത്തെയും വർഗീയ സാമുദായിക ധ്രുവീകരണത്തിൻ്റെ തീരത്തേക്ക് തള്ളിവിട്ട അക്രമാസക്തമായ കൂട്ടക്കൊലകളുടെ, വർഗീയ ഹിംസകളുടെ ഒരു ഭൂമിയാക്കി ഇന്ത്യയെ മാറ്റിയതിന് പിറകിൽ ഈ രീതിയിലുള്ള CIA ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അന്നത്തെ UP മുഖ്യമന്ത്രി കല്യാൺ സിംഗിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി നൃപേന്ദ്ര മിശ്ര എന്ന് പറയുന്ന ഈ മാന്യൻ CIA പെയ്ഡ് ഏജൻ്റ് ആയിരുന്നു എന്നാണ് പിന്നീട് പുറത്തു വന്നത്. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ കല്യാൺ സിംഗിന് പിരിച്ചുവിടേണ്ടി വന്നത്. അന്നത്തെ കേന്ദ്ര സർക്കാർ അതിൽ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫലമായിട്ട്. പക്ഷേ മോഡി 2014 തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ വീണ്ടും എന്താണ് ഉന്നത അഡ്മിനിസ്ട്രേറ്റീവ് പദവിയിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത്. ഇതുമാത്രമല്ല, 92 ഡിസംബർ 6 പള്ളി പൊളിച്ച സംഭവങ്ങൾ, അതിനെ രാജ്യത്താകെ ഉത്കണ്ഠയും നമ്മുടെ മതനിരപേക്ഷതയ്ക്ക്, നമ്മുടെ ഹിന്ദു മുസ്ലിം മൈത്രിയുടെയും വിശ്വാസ സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ 3 താഴികക്കുടങ്ങളാണ് അയോധ്യയിൽ പൊടിഞ്ഞു വീണത്. ആ വിധ്വംസകമായ കൃത്യത്തെ എല്ലാവരും വലിയ രീതിയിൽ അപലപിക്കുകയും പ്രതിഷേധിക്കുകയൊക്കെ
ചെയ്യുന്ന സന്ദർഭത്തിലാണല്ലോ അമേരിക്കൻ സെനറ്റിൽ നിന്നുള്ള അംഗങ്ങൾ തകർക്കപ്പെട്ട ബാബറി മസ്ജിദിൻ്റെ സൈറ്റ് കാണാൻ വന്നത്. അന്നത്തെ യു പിയിലെ BJP മന്ത്രി കല്യാൺ സിംഗ് മന്ത്രിസഭയിലെ മന്ത്രിമാർ അവർക്ക് അകമ്പടി സേവിച്ചില്ലേ? ഈ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത് എന്താണ്? ബാബറി മസ്ജിദ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ മതപരമായ ഐക്യത്തിൻ്റെ അല്ലെങ്കിൽ സൗഹാർദ്ദത്തിൻ്റെ, മൈത്രിയുടെ ഒരു പ്രതീകമാണ്. നമ്മുടെ മതനിരപേക്ഷ ജീവിതത്തിൻ്റെ പ്രതീകമാണ് ബാബറി മസ്ജിദിൻ്റെ 3 താഴികക്കുടങ്ങൾ. അത് തകർത്ത് ഇന്ത്യയെ മതപരമായി ഭിന്നിപ്പിക്കുന്ന മധ്യകാല മതശത്രുതയുടെ കുരിശ് യുദ്ധങ്ങൾക്ക് സമാനമായ വിദ്വേഷത്തിൻ്റെ യുദ്ധോത്സുകമായ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്നതിന് പിറകിൽ അമേരിക്കൻ മൂലധന താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് പ്രശ്നം. കാർണഗി എൻഡോവ്മെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസ് പോലുള്ള സംഘടനകൾ എങ്ങനെ പ്രവർത്തിച്ചു, CA എങ്ങനെ അതിലിടപെട്ടു, ഇതെല്ലാം സൂക്ഷ്മാംശത്തിൽ ഇനിയും അന്വേഷിക്കുകയും പഠിക്കപ്പെടുകയും ചെയ്യേണ്ട കാര്യമാണ്. ഈ രാജ്യത്തെ അസ്ഥിരീകരിക്കുക എന്ന സാമ്രാജ്യത്വ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ബാബറി മസ്ജിദ് തർക്കം ഉയർന്നു വന്നത്. ഇന്നിപ്പോഴെന്താണ്? ബാബറി മസ്ജിദ് അയോധ്യയിൽ പൊളിച്ചു, അത് കഴിഞ്ഞല്ലോ. രഞ്ജൻ ഗൊഗോയിയുടെ നേതൃത്വത്തിലുള്ള 5 ബെഞ്ചിൻ്റെ വിധിയും വന്നു. അവിടെ ഇനി ക്ഷേത്രമാവട്ടെ, സമാധാനമായല്ലോ എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഇപ്പോഴെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. പണി പൂർത്തിയാകുന്നതിന് മുമ്പാണ് അവിടെ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയത്, പ്രാണപ്രതിഷ്ഠ നടത്തിയത്. അത് ധർമ്മശാസ്ത്ര വിധിപ്രകാരം, താന്ത്രിക വിധിപ്രകാരം ശരിയല്ല എന്ന വാദം ഹിന്ദു സമുദായത്തിൻ്റെ പ്രാമാണികമായ അഭിപ്രായങ്ങൾ പറയാൻ ബാധ്യതപ്പെട്ട, അതിന് ഉത്തരവാദപ്പെട്ട 4 ശങ്കരാചാര്യ മഠവും പറഞ്ഞിട്ടുണ്ട്, മഠാധിപന്മാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്? എന്താണ്? ഗാൻബാബി മസ്ജിദ് തർക്കം ഉയർത്തിക്കൊണ്ട് വന്നിട്ട് കാലമേറെയായി. ഇന്ത്യയിൽ 1991 ആരാധനാലയങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അയോധ്യ ഒഴിച്ച് ഇന്ത്യയിലെ മറ്റൊരു ആരാധനാലയവും മതപരമായ മാറ്റം വരുത്താതെ സംരക്ഷിക്കണം, 1947 മുമ്പുള്ള സ്റ്റാറ്റസ് നിലനിർത്തണം എന്നുള്ളതാണ് ആ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻ എന്ന് പറയുന്നത്. പക്ഷേ ആ നിയമം നിലനിൽക്കുമ്പോഴാണ് അയോധ്യയിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമുള്ള കാശിയിൽ, വാരണാസിയിൽ ഗാൻബാബി മസ്ജിദ് വിവാദമാക്കിയെടുത്തത്. ഗാൻബാബി മസ്ജിദിനകത്ത് അതിൻ്റെ അടിയിൽ ശിവക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പ്രകാശ് രാജ് പറഞ്ഞതുപോലെ ശിവക്ഷേത്രം കുഴിച്ചാൽ നിങ്ങൾ ചിലപ്പം മസ്ജിദ് പള്ളി പൊളിച്ചാൽ, ഗാൻബാബി പൊളിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ശിവക്ഷേത്രം കാണുമായിരിക്കും. പക്ഷേ ശിവക്ഷേത്രം കുഴിച്ചാലോ അതിനടിയിൽ നിങ്ങൾ ബുദ്ധക്ഷേത്രങ്ങൾ കാണും. അത് ഇന്ത്യയുടെ ഒരു ബുദ്ധക്ഷേത്രങ്ങളാണ് പിൽക്കാലത്ത് ഹിന്ദു ക്ഷേത്രങ്ങളായി മാറിയത്. ശങ്കരൻ്റെ പടയോട്ടം, ബുദ്ധമതം ഉയർത്തിയ, കരുണയുടെയും പ്രജ്ഞയുടെയും മതം ഉയർത്തിയ ബ്രാഹ്മണ ഹിംസ അധിഷ്ഠിതമായ ഒരു ധർമ്മശാസ്ത്രത്തിലായിട്ടുള്ള വലിയ കലാപമാണ് ബുദ്ധൻ നടത്തിയത്. അപ്പോൾ ആ ബുദ്ധൻ്റെ മുന്നോട്ട് വെച്ച ആശയങ്ങളെയും ധർമ്മശാസ്ത്രങ്ങളെയും ഒക്കെ കുഴിച്ചുമൂടാൻ വേണ്ടി ലക്ഷക്കണക്കിന് ബുദ്ധസന്യാസിമാരെയും അവരുടെ വിഹാരങ്ങളും പിടിച്ചെടുക്കുക ചെയ്ത് അതൊക്കെ ഹിന്ദു ക്ഷേത്രങ്ങളാക്കി മാറ്റും. അത് ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഗാൻബാബി മസ്ജിദ് ഇപ്പോൾ തർക്കമായി എന്ന് മാത്രമല്ല, എല്ലാ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾക്കും വിരുദ്ധമായിട്ട് വാരാണസി ജില്ലാ കോടതി ഇപ്പോൾ അവിടെ ഹിന്ദുക്കൾക്ക് ശൈലേന്ദ്രകുമാർ പതക് വ്യാസ് എന്ന് പറയുന്ന സന്യാസിയുടെ പരാതിയിൽ, അദ്ദേഹത്തിൻ്റെ ഹർജിയിൽ വിധി കൽപ്പിച്ചു. അവിടെ ഹിന്ദുക്കളോട് പൂജ നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുക. ഗാൻബാബി മസ്ജിദ് കഴിഞ്ഞാൽ മധുരയിലെ കൃഷ്ണക്ഷേത്രമാണ്, ഈദ്ഗാഹ് പള്ളി പൊളിക്കും. ഇങ്ങനെ ഇന്ത്യയിൽ ആയിരക്കണക്കിന് പള്ളികൾ തർക്കപ്രശ്നമാക്കി തകർത്ത് ഒരു രാജ്യത്തെ ആരാധനാലയങ്ങളുടെ തർക്കത്തിൻ്റെ മധ്യകാല കുരിശുയുദ്ധത്തിന് സമാനമായ മതശത്രുതയിലേക്ക്, ആരാധനാലയങ്ങളെ, ക്ഷേത്രങ്ങളെയും പള്ളിയെയും സംബന്ധിച്ച തർക്കങ്ങളിലേക്ക് എടുത്തെറിയുകയാണ്. അങ്ങനെയുള്ള ഒരു ചരിത്ര സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ഇന്ന് ഹിന്ദുത്വവാദികൾ ഉയർത്തുന്ന ദൈവത്തെയും വിശ്വാസത്തെയും ഭക്തിയെയും ആരാധനയെല്ലാം സംബന്ധിച്ച തർക്കങ്ങൾ കൃത്യമായ സാമ്രാജ്യത്വ പ്രോക്തമായ ഇന്ത്യയെ അസ്ഥിരീകരിച്ച് ആഗോള ഫൈനാൻസ് മൂലധനത്തിൻ്റെ ഒരു കോളനിയാക്കി നമ്മുടെ രാജ്യത്തെ മാറ്റാനാണ്. ആഗോള ഫൈനാൻസ് മൂലധനത്തിൻ്റെ കോളനിയാക്കി മാറുന്ന ഒരു രാജ്യത്തെ കോർപ്പറേറ്റ് മൂലധനത്തിനാവശ്യമായ ദൈവങ്ങളെയാണ് അയോധ്യയിലും ഗാൻബാബിയിലും മധുരയിലുമൊക്കെ പ്രതിഷ്ഠിക്കാൻ പോകുന്നത്. അല്ലാതെ നമ്മുടെ ഇതിഹാസവും നമ്മുടെ പൗരാണികതയുമായി ബന്ധപ്പെട്ട രാമനോ കൃഷ്ണനോ ശിവനോ ഒന്നുമല്ല പ്രതിഷ്ഠിക്കപ്പെടാൻ പോകുന്നത്. കോർപ്പറേറ്റ് മൂലധനത്തെ ചോദ്യം ചെയ്യാത്ത, അതിനെതിരായിട്ട്
അത് തകർക്കുന്ന, അത് നഷ്ടപ്പെടുത്തുന്ന തൊഴിലുകളെയും വിഭവങ്ങളെയും ജീവനോപാധികളെയും സംബന്ധിച്ച് ആകുലപ്പെടാത്ത, രാമഭക്തിയിൽ മുഴുകിപ്പോകുന്ന, കൃഷ്ണഭക്തിയിൽ മുഴുകിപ്പോകുന്ന, ശിവഭക്തിയിൽ മുഴുകിപ്പോകുന്ന, അനുസരണയുള്ള, സ്വന്തം ഭൗതിക ചുറ്റുപാടുകളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാനറിയാത്ത ഒരു സമൂഹത്തെ, ഒരു കീഴാള സമൂഹത്തെ, എന്നും നിശബ്ദരായി കഴിയുന്നൊരു സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള വളരെ കൃത്യമായ ഒരു മതപ്രോക്ത സാമ്രാജ്യത്വ രാഷ്ട്രീയമാണ് ഇന്ത്യയിലെ ഇന്നത്തെ ആരാധനാലയ തർക്കങ്ങൾക്ക് പിറകിലുള്ളത്. അത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. BJPയും RSSും ഒക്കെ സാമ്രാജ്യത്വ മൂലധനത്തിൻ്റെയും സാമ്രാജ്യത്വ ചാരസംഘടനകളുടെയും താല്പര്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണോ ഇസ്രയേലിൽ നെതന്യാഹുവിൻ്റെ ലിക്കുഡ് പാർട്ടി പ്രവർത്തിക്കുന്നത്, അതിന് സമാനമായ രീതിയിൽ US താല്പര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യയിൽ BJPയും RSSും ഒക്കെ പ്രവർത്തിക്കുന്നത് എന്ന തിരിച്ചറിവാണ് ഇന്ന് നമുക്ക് ഉണ്ടാവേണ്ടത്.